പലഹാരക്കെട്ടുകൾ എല്ലാം ഒന്നൊന്നായി പൊട്ടിക്കുകയാണ് വീണയും ഉണ്ണിമോളും. കാരണം വീട്ടിൽ വന്ന ആളുകൾക്കെല്ലാം കൊടുത്തുവിടണമല്ലോ. ലഡു, ജിലേബി, ഹൽവ, നെയ്യപ്പം, അച്ചപ്പം, കുഴലപ്പം, കേക്ക്, അങ്ങനെ അത്രയും 7 കൂട്ടം പലഹാരങ്ങളാണ് അവർ കൊണ്ടുവന്നത്. മോൾക്കുള്ളത് എടുത്തു മാറ്റി വെക്കാം ആദ്യം എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്ര ലക്ഷ്മി വരുമ്പോൾ കൊടുക്കാനായി എല്ലാം എടുത്ത് ഒരു കവറിലാക്കി ടിന്നിൽ വെച്ചു. എന്നിട്ടാണ് എല്ലാവർക്കും കൊടുത്തുവിട്ടത്. വീട്ടിലെത്തിക്കഴിഞ്ഞതും ഉടനെ തന്നെ ലക്ഷ്മി അവരെ വിളിച്ചിരുന്നു. മോളെ, സങ്കടമൊന്നും വേണ്ടാട്ടോ. അടുത്ത ദിവസം അമ്മ അവനെ പറഞ്ഞയക്കാം. അവൻ്റെ കൂടെ മോളെ ഇങ്ങോട്ട് പോരെ? സുമിത്ര പറഞ്ഞു. ശരി അമ്മേ, ഞാൻ വന്നേക്കാം. അമ്മേ, ഒരു മിനിറ്റ്, ഏട്ടൻ വിളിക്കുന്നുണ്ട്. വെച്ചോ മോളെ, ഞാൻ പിന്നെ വിളിക്കാം. അളിയോ, നമ്മുടെ വൈശാഖൻ പോലീസായിട്ട് നമുക്കൊന്നും ചിലവില്ലേ? നാരായണൻ ഇത്തിരി ഫോമിലായി കഴിഞ്ഞിരിക്കുന്നു. അമ്മാവൻ ആ സ്കൂട്ടറും ഓടിച്ച് ഇപ്പോൾ ഏട്ടൻ്റെ അടുത്തേക്ക് ചെല്ല്. ഒരു പെറ്റി അടിച്ചു തരും. അതുപോരെ ചിലവ്? വീണമോളെ, വേണ്ട വേണ്ട, തമാശ വേണ്ട. ഞാൻ നിന്റെ കല്യാണത്തിന് കൂടണമെങ്കിൽ നിന്റെ നാവ് അടച്ചോണം കേട്ടോ. അയ്യോ അമ്മാവ, ചതിക്കല്ലേ. എന്തിനും ഏതിനും അച്ഛൻ്റെ വലം കൈയായി നിൽക്കേണ്ടത് അമ്മാവനാണ് കേട്ടോ. വീണേ, ഒന്നിങ്ങോട്ട് വന്നേടി, സുമിത്ര വിളിച്ചു. എന്താ അമ്മേ? എടി, നീ ആ വാഴയില ഒന്ന് വാട്ടിക്കേ. ഇവർക്കിത്തിരി അവിയലും മീൻകറിയും ഒക്കെ കൊടുത്തു വിടാനാ. ഇനി എപ്പോ ചെന്നിട്ട് ഉണ്ടാക്കുമെല്ലാം. നാരായണനും കുടുംബത്തിനുമുള്ള പാഴ്സൽ എടുക്കുകയാണ് സുമിത്ര. എല്ലാ തവണയും ഈ പതിവുള്ളതുകൊണ്ട് വീണ വേഗം ഇലയെടുത്ത് അടുപ്പത്ത് വാട്ടാനായി പോയി. അങ്ങനെ ഓരോരുത്തരായി എല്ലാവരും പോയി. എത്തേണ്ട സമയമായിട്ടും വൈശാഖനെ കാണാഞ്ഞപ്പോൾ ശേഖരൻ വീണയോട് അവനെ വിളിക്കുവാൻ പറഞ്ഞു. ഹലോ ഏട്ടാ, ഇതെവിടെയാ? ഞാൻ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങാൻ പോകുവാ മോളെ. വെച്ചോ. ഓക്കെ ചേട്ടാ. അവൾ ഫോൺ വെച്ചു. ഏട്ടൻ തിരക്കാണച്ചാ. അതാ വീണ ഫോണുമായി മെല്ലെ മുറിയിലേക്ക് പോയി. തൻ്റെ പ്രാണനാഥനെ ഇത്രയും നേരമായിട്ട് ഒന്ന് വിളിക്കാൻ പോലും പറ്റിയിട്ടില്ല. ഹലോ ശ്രീയേട്ടാ. ഇപ്പോൾ എങ്കിലും ഒന്ന് ഓർത്തല്ലോ. പിണങ്ങല്ലേ പൊന്നെ, ഞാനാകെ ബിസിയായിരുന്നു. എന്താ വിളിച്ചത്? ഒന്നുകൂടെ വിളിച്ചേ. ഒന്ന് പോയേട്ടാ, ഞാൻ വെറുതെ. അത് വിട്. നീ എന്താ ഇപ്പോൾ വിളിച്ചത്? അത് ഒന്നുകൂടെ വിളിക്ക്. ദേ, എൻ്റെ ഏട്ടൻ വരാൻ സമയമായി. വേറെന്തെങ്കിലും പറയണമെന്നുണ്ടോ? ഏട്ടൻ വരട്ടെ, അതിനെന്താ. ഏട്ടനും ഇതുപോലെ ഫോണിൻ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു വന്ന ആളാണ്. ബെസ്റ്റ്. അതൊക്കെ ശരിയാണ്. പക്ഷേ ഏട്ടൻ ആരാ മോൻ? സ്വന്തം പെങ്ങടെ കാര്യം വന്നപ്പോൾ ഒക്കെ മറന്നു. ചേച്ചി പോയിട്ട് വിളിച്ചോ? കൊള്ളാം. ഇപ്പോൾ തന്നെ ഒരു 5 പ്രാവശ്യം വിളിച്ചു. ഏട്ടത്തിക്ക് ഇവിടെ നിൽക്കുന്നതാ ഇഷ്ടം. നീയും അങ്ങനെ ആവണം കേട്ടോ. പറഞ്ഞില്ലെന്ന് വേണ്ട. അങ്ങനെ അവരുടെ സംസാരം നീണ്ടുപോയി. ലക്ഷ്മി വെറുതെ വരാന്തയിൽ ആട്ടുകട്ടിലിൽ ഇരിക്കുകയാണ്. തക്കുടു, അച്ഛ എന്തിയടാ മുത്തേ? അവൾ തൻ്റെ വയറിൽ മെല്ലെ വിരലോടിച്ചു. പാവം അച്ഛ, എന്തെടുക്കുവാണോ ആവോ. അവൾ സംസാരിച്ചിട്ട് ഒന്നും കുഞ്ഞനങ്ങിയില്ല. അമ്മേ, അമ്മേ, അവൾ ഉറക്കെ വിളിച്ചു. എന്താ മോളെ? ശ്യാമള അവൾക്കരിയിലേക്ക് ഓടി വന്നു. അമ്മേ, കുറച്ച് സമയമായിട്ട് കുഞ്ഞ് അനങ്ങുന്നില്ല. യോ എൻ്റെ ദൈവമേ, എന്താ പറ്റിയത്? അശോകേട്ടാ, അവർ വിളിച്ചു. എന്താടി? അയാളും ഓടി വന്നു. മോള് പറയുക കുഞ്ഞ് കുറച്ച് സമയമായിട്ട് അനങ്ങുന്നില്ലെന്ന്. എന്താ പറ്റിയതാവോ? നീ കിടന്ന് ബഹളം കൂട്ടി മോളെ കൂടി പേടിപ്പിക്കാതെ, അയാൾ ശ്യാമളയെ വഴക്കു പറഞ്ഞു. മോളെ, ഹോസ്പിറ്റലിൽ ആരുടെയെങ്കിലും നമ്പർ ഉണ്ടോ? ഒന്ന് വിളിച്ചാലോ? ഡോക്ടർ തന്നിട്ടുണ്ട്, വിളിക്കാം. അവൾ അപ്പോൾ തന്നെ ഡോക്ടറുടെ ഫോണിൽ വിളിച്ചു. കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഒന്ന് ചരിഞ്ഞു കിടക്ക്. അനക്കം ശ്രദ്ധിച്ചോണം. എന്നിട്ടുമില്ലെങ്കിൽ വേഗം ഹോസ്പിറ്റലിൽ വരൂ. ഡോക്ടർ പറഞ്ഞതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്യാമള വേഗം വെള്ളമെടുക്കാനായി പോയി. മുറ്റത്തൊരു വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് അശോകൻ അവിടേക്ക് ചെന്നു. നോക്കിയപ്പോൾ വൈശാഖൻ. ആ മോളെ, ദേ വൈശാഖൻ വന്നിരിക്കുന്നു. ലക്ഷ്മി സിറ്റൗട്ടിലേക്ക് മെല്ലെ പോയി. അശോകൻ അപ്പോൾ അവനോട് വിവരം പറഞ്ഞിരുന്നു. എന്താ പറ്റിയത്? വരൂ, നമുക്ക് വേഗം ഹോസ്പിറ്റലിൽ പോകാം. അവൻ അവളുടെ അടുത്തേക്ക് വന്നു പറഞ്ഞു. വൈശാഖേട്ടാ, ദേ അച്ഛാ. ഇപ്പോൾ വാവ അനങ്ങി. അവളുടെ മുഖത്തു നിന്ന് ഇപ്പോഴും അങ്കലാപ്പ് വിട്ടുമാറിയിട്ടില്ല. ശ്യാമള അപ്പോഴേക്കും വെള്ളവുമായി വന്നിരുന്നു. ഇനി വെള്ളം ഒന്നും വേണ്ടടി. കുഞ്ഞിൻ്റെ അച്ഛൻ എത്തേണ്ട സമയം കഴിഞ്ഞിട്ടും കാണാഞ്ഞതുകൊണ്ട് പുള്ളി പിണങ്ങിക്കിടക്കുകയായിരുന്നു. അശോകൻ പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിച്ചു. അങ്ങനെ 7 ദിവസം സ്വന്തം വീട്ടിൽ നിന്നിട്ട് പിറ്റേ വ്യാഴാഴ്ച ലക്ഷ്മി മേലിടത്തേക്ക് തിരികെ വന്നു. ഇതിനോടിടയ്ക്ക് പലതവണ വൈശാഖൻ അവളെ കാണാൻ ചെന്നിരുന്നു. ഒരു വട്ടം വിജിയും വന്നിരുന്നു. ഏട്ടത്തി വന്നത് നന്നായി. മറ്റന്നാളാണ് ഡ്രസ്സ് എടുക്കുന്നത്. ആണോ വീണേ? അവർ എപ്പോഴാ വിളിച്ചത്? ദേ ഇപ്പോൾ വിളിച്ചിട്ട് വച്ചതേയുള്ളൂ ഏട്ടത്തി. അവിടുത്തെ അമ്മയാണ് വിളിച്ചു പറഞ്ഞത്. നമുക്ക് പോകാം. വേണ്ട വേണ്ട, മോള് പോകണ്ട. അതൊന്നും ശരിയാകില്ല, സുമിത്ര വിലക്കി. അതെന്ത് വർത്തമാനമാണ് അമ്മേ? ഏട്ടത്തി വരാതിരുന്നാൽ എങ്ങനെയാണ്? നീ പറയുന്നത് അനുസരിച്ചാൽ മതി.
തുണിയെടുക്കാൻ കയറിയാൽ ഉടനെ ഒന്നും ഇറങ്ങാൻ പറ്റില്ല. അതുവരെ ഈ കുട്ടിയെ കൊണ്ട് നിൽക്കാൻ പറ്റുമോ? അമ്മേ, പ്ലീസ്. ഒരു പ്ലീസുമില്ല. നീ പറഞ്ഞത് കേട്ടാൽ മതി. ഓ, എന്നാ ശരി. വീണേ, വീഡിയോ കോൾ ചെയ്താൽ മതി. ഞാൻ കളറൊക്കെ പറഞ്ഞു തരാം. ഒടുവിൽ ലക്ഷ്മി അവളെ സമാധാനിപ്പിച്ചു. ലക്ഷ്മി, വൈശാഖൻ വിളിച്ചപ്പോൾ അവൾ മുറിയിലേക്ക് ചെന്നു. എന്താ ഏട്ടാ? ഹോ, എത്ര ദിവസമായി വാവയോട് നേരാവണ്ണം ഒന്ന് മിണ്ടിയിട്ട്. നീ ഇങ്ങോട്ട് വാ. അവൻ അവളെ തൻ്റെ നെഞ്ചിലേക്ക് വലിച്ചടിപ്പിച്ചു. യോ, പതുക്കെ. ഇപ്പോൾ നേരത്തെ പോലെയല്ല. വയർ വലുതായി വരുവല്ലേ. ഓ, ഞാനത് മറന്നു. കുഞ്ഞാവേ. അവൻ മുട്ടിന്മേലിരുന്ന് അവളുടെ വയറിൽ ശിരസ് ചേർത്തു. അവൻ്റെ ശബ്ദം അത്രയും അടുത്ത് കേട്ടതുകൊണ്ടാകണം കുഞ്ഞുവാവ വേഗം അനങ്ങി. അച്ചയുടെ മുത്തേ, തക്കുടു പൊന്നേ, അവൻ വിളിച്ചു. എനിക്കങ്ങു കാണാൻ കൊതിയായി. വലിയ താമസമില്ല. എടി, വാവ ഉണ്ടാകുമ്പോൾ ഞാനാണ് ആദ്യം മേടിക്കുന്നത്. ഏട്ടനറിയാമോ വാവയെ എടുക്കാൻ? വിജിക്ക് കുഞ്ഞുണ്ടായി അന്ന് തന്നെ ഞാൻ കുഞ്ഞിനെ എടുത്തിരുന്നു. നീ മറന്നോ അത്? അത് അപ്പോളല്ലേ. അതുപോലെയാണോ ആദ്യം മേടിക്കുന്നത്? നോക്കട്ടെ, ഞാൻ ട്രൈ ചെയ്യും. പിന്നീടങ്ങോട്ട് കല്യാണ തിരക്കുകൾ ഒക്കെയായിരുന്നു. ശേഖരൻ ക്ഷണക്കത്തുമായിട്ട് ഓരോ വീടുകളും കയറി ഇറങ്ങി. സുമിത്രയുമായി ക്ഷണിക്കേണ്ട സ്ഥലങ്ങളിൽ അങ്ങനെയും അവർ പോയി. മന്ത്രകോടി എടുക്കാനായി വീണയും അവരുടെ ഒരു ചെറിയമ്മയും കൂടിയാണ് പോയത്. സുമിത്രയ്ക്കാണെങ്കിൽ അന്ന് മകളുടെ കൂടെ പോകാൻ സമയം കിട്ടിയിരുന്നില്ല. ലക്ഷ്മിയെ വീഡിയോ കോൾ ചെയ്തു കാണിച്ചാണ് വീണ സാരി സെലക്ട് ചെയ്തത്. പിന്നീട് 2 ദിവസം കൂടി കഴിഞ്ഞാണ് സ്വർണം എടുക്കാനായി അവർ പോയത്. എല്ലാം കൂടി 51 പവനായിരുന്നു എടുത്തത്. അന്ന് രാത്രിയിൽ ലക്ഷ്മി വൈശാഖനോട് ഒരു കാര്യം പറഞ്ഞു. അതൊന്നും വേണ്ട ലക്ഷ്മി, അത് ശരിയായില്ല. ഏട്ടാ പ്ലീസ്, എതിരൊന്നും പറയല്ലേ. അത് വേണോ ലക്ഷ്മി? തൽക്കാലം അത്രയ്ക്ക് ആവശ്യമൊന്നുമില്ല. ഏട്ടാ പ്ലീസ് ഏട്ടാ, ഞാൻ പറയുന്നത് കേൾക്ക്. ഒടുവിൽ അവൻ ലക്ഷ്മിയുടെ ആഗ്രഹത്തിന് സമ്മതം മൂളി. പിന്നെ ഏട്ടാ, നാളെ ഏട്ടൻ വന്നു കഴിഞ്ഞ് നമുക്ക് ടൗണിൽ പോവാം കേട്ടോ. എനിക്ക് സാരി മേടിക്കണം. പിന്നെ അമ്മയ്ക്കും ഉണ്ണിമോൾക്കും ഒക്കെ എടുക്കേണ്ടേ? പോകാം. നോക്കട്ടെ, ഞാൻ നിന്നെ വിളിക്കാം. അയ്യോ, ദീപേച്ചി ഒന്നും വിളിച്ചില്ല. അവൾ ഫോണും എടുത്തുകൊണ്ട് ജനാലയുടെ അടുത്തേക്ക് ചെന്നു. ഹലോ ദീപേച്ചി. കുറച്ച് ബിസി ആയിരുന്നു. കുഴപ്പമില്ല. ഇങ്ങനെ പോകുന്നു. കല്യാണത്തിന് വരില്ലേ? അച്ഛൻ വരും അങ്ങോട്ട് നിങ്ങളെ ക്ഷണിക്കാൻ. ഓ ചേച്ചി, ചേച്ചിക്ക് ഭാഗ്യമുണ്ട്, ഛർദിയില്ലല്ലോ. അങ്ങനെ അവളുടെ സംസാരം നീണ്ടു പോയി. അരമണിക്കൂറാകാൻ 2 മിനിറ്റ് കൂടി ബാക്കിയുണ്ട്. കംപ്ലീറ്റ് ആക്കാൻ വല്ല പ്ലാനും ഉണ്ടോ? എന്നും ഒന്നും വിളിക്കുന്നില്ലല്ലോ. വല്ലപ്പോഴുമല്ലേ ഉള്ളൂ. ഇനി അത് പറഞ്ഞാൽ മതി. വല്ലാണ്ട് വിശക്കുന്നു. നീ വരുന്നില്ലേ കഴിക്കാൻ? ഞാനിപ്പോൾ വരാം ഏട്ടാ. ഏട്ടൻ പൊയ്ക്കോളൂ. വൈശാഖൻ മുറിയിൽ നിന്നിറങ്ങി അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. ചാരു കസേരയിൽ നീണ്ടു നിവർന്നു കിടക്കുകയാണ് ശേഖരൻ. 2 കൈകളും ശിരസിനെ പിറകുവശത്ത് ഊന്നി പിടിച്ചിരിക്കുകയാണ്. അച്ഛനാകെ മടുത്തിരിക്കുന്നു. ഒറ്റയ്ക്കാണ് എല്ലാ കാര്യങ്ങൾക്കും ഓടുന്നത്. ജോലിക്ക് പ്രവേശിച്ചതേ ഉള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് ലീവും കിട്ടത്തില്ല. അച്ഛാ. അവൻ ശേഖരൻ്റെ അടുത്തേക്ക് ചെന്നു. വാ മോനെ, ഇരിക്ക്. അയാൾ തൻ്റെ അടുത്ത് കിടന്ന കസേര അവന് നേർക്ക് നീട്ടിയിട്ടു. പക്ഷേ അവൻ ഉമ്മറത്ത് കിടന്ന ഒരു തൂണിൽ ചാരി നിന്നതേയുള്ളൂ. അച്ഛൻ തന്നെ ആകെ മടുത്തു അല്ലേ? മുഖം കണ്ടാൽ അറിയാം. എനിക്കാണെങ്കിൽ വേറെ നിവർത്തിയുമില്ല. അതൊന്നും സാരമില്ല മോനെ. എൻ്റെ മടുപ്പ് നീ നോക്കേണ്ട. ഈശ്വരാനുഗ്രഹത്താൽ നിനക്ക് നല്ലൊരു ജോലി കിട്ടിയല്ലോ. അച്ഛൻ ഇനി എല്ലാവരുടെയും മുൻപിൽ തലയുയർത്തി നടക്കാം. അത്രമാത്രം മതി. എന്നാലും അച്ഛൻ ഈയിടെയായി ഒരുപാട് ക്ഷീണിച്ചു. ഈ പരാക്രമമല്ലേ? ഏയ്, അതൊന്നും സാരമില്ല. അയാൾ ചിരിച്ചു. മോനെ, ഈ മണ്ഡപവും കാര്യങ്ങളും ഒക്കെ ആ മഴവില്ല് ഡെക്കറേഷനാണ് കൊടുത്തേക്കുന്നത്. അവര് കുഴപ്പമില്ലല്ലോ അല്ലേ? ഒരു കുഴപ്പവുമില്ല അച്ഛാ. അവരാണ് ഇപ്പോഴത്തെ എല്ലാ പരിപാടികൾക്കും മണ്ഡപം സെറ്റ് ചെയ്യുന്നത്. 5-6 മാസം കൊണ്ട് അവർക്ക് നല്ല ഇമേജാണ് ഉള്ളത്. നമ്മുടെ ശബരീഷ് പറയുവാ അതിലും നല്ലതൊക്കെ ഉണ്ടായിരുന്നു എന്ന്. ഓ, ഇത് അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. ഞാൻ നല്ലൊരു ഡിസൈനാണ് അവരോട് ചെയ്യാൻ പറഞ്ഞത്. എല്ലാം മംഗളമായി കഴിഞ്ഞാൽ മതിയായിരുന്നു. മോനെ, നിന്റെ ഫ്രണ്ട്സിനൊക്കെ വിളിക്കേണ്ടേ? പോലീസിലെ ആരോടെങ്കിലും ഒക്കെ പറയണോ? ഫ്രണ്ട്സ് അധികം ആരും ഇല്ലല്ലോ അച്ഛാ. പിന്നെ സ്റ്റേഷനിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരോടൊക്കെ പറയണം. എങ്ങനെ പോയാലും എല്ലാം കൂടി ഒരു 1500 പേരെങ്കിലും വരും. അവർ കണക്ക് കൂട്ടി. എന്തായാലും ഇനി ഉണ്ണിമോൾ വലുതാകണം അടുത്ത ഒരു കല്യാണമാകാൻ. അതുകൊണ്ട് ഇത് നമ്മൾക്ക് എല്ലാവരെയും വിളിക്കാം അച്ഛാ. അത് തന്നെയാണ് മോനെ എൻ്റെ മനസ്സിലും. ആരെയും ഉപേക്ഷിക്കാൻ പറ്റില്ല നമ്മൾക്ക്. ഈ കുട്ടനാട്ടിൽ ഒരു കല്യാണം വെച്ചാൽ 1000 പേരിൽ കുറഞ്ഞ കേസില്ല. അച്ഛാ, ഏട്ടാ, ഊണ് കഴിക്കാൻ വരൂ. ഉണ്ണിമോൾ വന്ന് വിളിച്ചപ്പോൾ അവർ 2 ആളും കൂടി എഴുന്നേറ്റു. കായ് വറുത്തതും വെള്ളരിക്ക മോര് ഒഴിച്ചുകറിയും
പച്ചപ്പയർ മെഴുക്കുവരട്ടിയുമായിരുന്നു കറികൾ. പിന്നെ ലക്ഷ്മിക്ക് വേണ്ടി പ്രത്യേകം ഉള്ളിത്തീയൽ ഉണ്ടായിരുന്നു. ഊണ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എല്ലാവരുടെയും ചർച്ച വീണയുടെ വിവാഹമായിരുന്നു. തലേദിവസം മൈലാഞ്ചി ഇടുന്നതും വീഡിയോ പിടിക്കുന്നതും ഒക്കെയായിരുന്നു ഉണ്ണിമോളുടെ വിഷയം. അങ്ങനെ അടുത്ത ദിവസം വൈകിട്ട് ലക്ഷ്മിയും വീണയും ഉണ്ണിമോളും കൂടി വൈശാഖനുമായിട്ട് പോയി ഡ്രസ്സെടുത്തു.